ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ചാർധാം യാത്ര കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വലിയൊരു ഗ്യാപ്പ് വന്നു പുതിയൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ആ വലിയ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരികയാണ്. ഇത്തവണയും യാത്രാ വീഡിയോ ആയിട്ട് തന്നെയാണ് വരുന്നത്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആധ്യാത്മിക സാംസ്കാരിക സംഗമമായ, അതായത് ഇപ്പം പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയിലേക്കുള്ളൊരു യാത്ര ആരംഭത്തിലാണ് നമ്മളുള്ളത്. 42 കോടിയോളം ജനങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ ഒരാൾ ഞാനാണ്. ഒപ്പം എൻ്റെ കൂടെ 28 പേരും ഈ യാത്രയിലുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. നമ്മുടെ ബസ്സൊക്കെ റെഡിയായി. 4 മണിക്ക് പോകാമെന്ന് പറഞ്ഞതായിരുന്നു, കുറച്ച് ലേറ്റായി. എങ്കിലും ഇപ്പോൾ സമയം 5 മണിയോട് അടുക്കുന്നു. 5 മണിയാകുമ്പോഴേക്കും നമ്മൾ യാത്ര പുറപ്പെടും. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ കുംഭമേള വിശേഷങ്ങളുമായിട്ടാണ്. ഹായ്, നമ്മൾ ഒരു രാത്രി പിന്നിട്ടു. കർണാടകയിൽ ഏതൊരു സ്ഥലത്തിൻ്റെ പേര് നോക്കിയിട്ട് കിട്ടുന്നില്ല. ഒരു ധാബ, ഇതിനടുത്തൊരു ധാബയുണ്ട്. പിന്നെ നല്ല വെള്ള ഒഴുക്കുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ 9:30 കഴിഞ്ഞു. രാവിലത്തെ ഭക്ഷണത്തിൻ്റെ ഒരുക്കങ്ങൾ നോക്കുകയാണ്. രാവിലെ ഇഡ്ഡലി ഇന്നലെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സാമ്പാർ വെക്കണം, ഉച്ചക്കത്തുള്ള ചോറ് ആക്കണം, എന്നിട്ട് എടുക്കണം. അപ്പം അതിനുള്ള വർക്ക് ബസ്സിൻ്റെ പിറകിൽ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ രാവിലെ തന്നെ കുളിച്ചു. രാവിലത്തെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഫുഡ് അതാണ് ധാബ. ഇതിനടുത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ഒഴുക്കുള്ള വെള്ളമുണ്ട്, ജലമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കുളിച്ചു. വെള്ളം എങ്ങനത്തെയാണെന്ന് അറിയില്ല, ഉപ്പ് രസമെന്നല്ല. എന്തായാലും ഞാനിതിൽ നിന്ന് കുളിച്ചു. രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞു. നമ്മൾ മറ്റുള്ള ചിലരൊക്കെ ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമായിരുന്നു. പാട്ടൊക്കെ വെച്ചിട്ട് ഒരു ട്രാക്ടർ ഇവിടെ വരുന്ന വഴിയിൽ ഇപ്പോൾ ചോളമാണ്, ഒരുപാടുണ്ട്. വലിയ കൃഷി തന്നെ ഉണ്ട് ഇവിടെ ചോളത്തിൻ്റെ. അതുകൂടാണ്ട് ഉള്ളി, പിന്നെ പരുത്തി കൃഷി, അതുപോലെ സൂര്യകാന്തി നല്ല കാണാൻ പറ്റി നമുക്ക്. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയാണ്. ഇഡ്ഡലി
ഹായ്, ഇപ്പം സമയം 3:45. നമ്മൾ കർണാടക ബോർഡർ കഴിഞ്ഞു മധ്യപ്രദേശിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതിന് തൊട്ട് അടുത്താണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞു മധ്യപ്രദേശ് കയറി. ഇവിടെ നമ്മൾ ഉച്ചഭക്ഷണം, ഇന്ന് കുറച്ച് ലേറ്റായി. ഉച്ചഭക്ഷണം നല്ല ചോറ്, സാമ്പാർ, ഒരു വറവ്, അച്ചാറ്, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചു. ഇനി നമ്മൾ മധ്യപ്രദേശിലൂടെയുള്ള യാത്രയാണ്. നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ നാഗ്പൂർ കഴിഞ്ഞു. ഇനിയും കുറച്ച് ഓടാനുണ്ട്. ഏകദേശം ഒരു 800-900 കിലോമീറ്ററോളം ഓടാനുണ്ട്. അപ്പോൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം കുളിയൊക്കെ കഴിഞ്ഞു. എങ്ങനെയല്ലോ കുളിച്ചു. പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇന്ന് വേറൊരു ടീമാണ് പ്രഭാത ഭക്ഷണ ടീം. ഇതാ എല്ലാവരും കൂടെ സഹായിച്ചിട്ട് ചെയ്യുന്നുണ്ട്. കപ്പയാണ് രാവിലെ. നമ്മുടെ കൂട്ടത്തിലൊരു ചേട്ടൻ വീട്ടിൽ നിന്ന് കപ്പ കൊണ്ടുവന്നതാണ്. 10 കിലോ കപ്പ കൊണ്ടുവന്നിനി. അപ്പോൾ അതാണ് ഇന്ന് രാവിലെ. എല്ലാവരും ഉണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള അഭിലാഷേട്ടൻ ചായ കുടിക്കുകയാണ്. തണുപ്പുണ്ടോ? തണുപ്പ് പോകുന്നുണ്ടല്ലേ? പാലക്കാട്ടിൽ നിന്നുള്ള ഉദയേട്ടനാണ് നമ്മുടെ ഉച്ചക്കത്തെ അരിയൊക്കെ നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ കപ്പ റെഡിയായി. നമ്മൾ കഴിച്ചു തുടങ്ങി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഉച്ചഭക്ഷണവും റെഡിയാക്കിയെടുത്ത് നമ്മൾ ഇവിടെ നിന്ന് യാത്ര തുടരുകയാണ്. പതിനൊന്നര മണിയായി. ഇനിയും ഏകദേശം 500-ന് മുകളിൽ 550-600 കിലോമീറ്ററോളം പോകാനുണ്ട്. ഹായ്, നമ്മൾ ഏകദേശം പ്രയാഗ്രാജിലെത്തി. ഇന്ന് രാവിലെ ഒരു 5:30 എത്തിയിട്ടുണ്ട്. അതിൽ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണിത്. ടിൻടാവന എന്തോ പറഞ്ഞു, എനിക്കത് എത്ര ഓർമ്മ കിട്ടുന്നില്ല. ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണിത്. ഇവിടെ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ പോകാനുണ്ട് ത്രിവേണി സംഗമത്തിലേക്ക്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. പ്രഭാത സൂര്യൻ ഉദിച്ചു വരുന്ന മനോഹര കാഴ്ച. ഒരു ഫ്ലൈറ്റ് പറന്നു വരുന്ന കാഴ്ച കാണുന്നുണ്ടോയെന്നറിയില്ല. തൊട്ട് മുന്നിൽ ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. നല്ല പൊടിയാണ്, തണുപ്പുണ്ട്. എല്ലാവരും റെഡിയായി.
ഏകദേശം 13 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഓട്ടോ കിട്ടും. ഇതാ ഫ്ലൈറ്റ് പറന്നു വരുന്ന കാഴ്ച. അടിപൊളി. ബൈക്ക് 180 രൂപ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകാൻ ആളുണ്ട്. പിന്നെ ഓട്ടോന് പോവാം. നമ്മളെങ്ങനെ പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. എല്ലാവരും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് 9 കിലോമീറ്ററാണ്. നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചു. 9 കിലോമീറ്റർ നടക്കണം. ഒരുപാട് പേര് നടന്നു പോകുന്നുണ്ട്. നമ്മൾ നടന്നു തുടങ്ങി. 9 കിലോമീറ്റർ ഉണ്ട്. നല്ല തണുപ്പുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി വെച്ചു. ദീൻ ദയാൽ ഉപാധ്യായ റെയിൽവേ സ്റ്റേഷൻ. ജനങ്ങൾ ഒഴുകാണ്. റെയിൽവേ സ്റ്റേഷനാണ്. പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനാണ്. ട്രെയിൻ ഇറങ്ങിയിട്ട് ജനങ്ങൾ ഒഴുകാണ്. നമ്മളൊരു ഓട്ടോ എടുത്തു. 10-12 ആൾ കുത്തി കയറ്റി അതിൽ. ഇനി ഇവിടുന്ന് കുറച്ച് 1 കിലോമീറ്റർ നടന്നിട്ട് പോകണം. ജനങ്ങളുടെ ഒഴുക്കാണ്. ഗംഗ കടന്നിട്ട് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി. ഇത് വൺ വേ ആണ്. അങ്ങനെ ഇങ്ങോട്ടേക്കുള്ള ആളുകൾ വരാൻ വേണ്ടിയിട്ട് പാലം ഉണ്ടാക്കിയതാണ്. തൊട്ടപ്പുറത്ത് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലൂടെ കയറി അപ്പുറത്ത് പോയിട്ട് ത്രിവേണി സംഗമത്തിലാണ് സ്നാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയൊക്കെ എന്ത് നീറ്റാന്ന് നോക്കിയിട്ട് ഒരു പേപ്പർ കഷ്ണം പോലും ഇവിടെ ഇല്ല.
ത്രിവേണി സംഗമ സ്ഥാനത്തേക്ക് പോവുകയാണ് നമ്മൾ. അവിടെ നിന്നാണ് സ്നാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്നാനത്തിനായിട്ട് നിരവധി ഘട്ടുകളുണ്ട്. ത്രിവേണി സംഗമം ഘട്ട് തന്നെ പല സ്ഥലത്തുമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഘട്ട് നമ്പർ 33യിലാണ് പോകുന്നത്. ത്രിവേണി സംഗമ സ്ഥാനത്ത് പ്രയാഗ്രാജിലാണുള്ളത്. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലമായിട്ട് ഇതിൻ്റെ വൃത്തി നോക്കിയാട്ടെ നിങ്ങൾ. ഇതെല്ലാം അപ്പം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ നീറ്റാണ്. ത്രിവേണി സംഗമ സ്ഥാനത്താണുള്ളത്. ത്രിവേണി സംഗമ സ്ഥലത്താണുള്ളത്. നമ്മൾ ഗംഗയിൽ കുളിച്ചു, ഭംഗിയായിട്ട് കുളിച്ചു. ത്രിവേണി സംഗമ സ്ഥലത്ത് നിന്ന് തന്നെ സ്നാനം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്നു. നമ്മൾ രണ്ടുപേരും അവിടുന്ന് തന്നെ സ്നാനം ചെയ്തായിരുന്നു. മനസ്സിൽ ആഗ്രഹമുണ്ടായി ഈ പുണ്യദിനത്തിൽ ത്രിവേണി സംഗമ സ്ഥലത്ത് നിന്ന് തന്നെ സ്നാനം ചെയ്യണമെന്ന്. അത് സാക്ഷാത്കരിച്ചു. സർവേശ്വരനോടും എല്ലാവരോടും നന്ദി പറയും.